പോസ്റ്റ് ടെൻഷനിങ് കോൺക്രീറ്റ് നമ്മൾ ഇട്ടതിന് ശേഷം 7 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്ട്രെസ്സിങ് ചെയ്യുന്നത്. ആ 7 ദിവസത്തിന് കാരണമുണ്ട്. 65% സ്ട്രെങ്ത് എത്തുക 7 ദിവസത്തിലാണ്. ഈ കൊടുത്തിരിക്കുന്നതിനെ നമ്മൾ ടെൻഡോൺസ് എന്ന് പറയാം. ഇത് നമ്മൾ 2S എന്നാ പറയാ. 2 എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്പറിനെ സൂചിപ്പിക്കുന്ന, S എന്ന് പറഞ്ഞാൽ സ്ട്രാൻഡ്സ് എന്നാണ്. 12.9 mm തിക്ക് ഉണ്ടാവും ഒരു സ്ട്രാൻഡ്. അതേമാതിരി 7 സ്ട്രാൻഡ് കൂടിയതാണ്, 7 എണ്ണം കൂടി ഇങ്ങനെ നിൽക്കുന്നതാണ് ഒരു S എന്ന് പറയുന്നത്. അപ്പം നമുക്ക് 2S ഉള്ളൂ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും, 2 ടെൻഡോൺസിനെ ഇതിനുള്ളിൽ കൂടെ എന്ത് ചെയ്യും, നമ്മളിപ്പോൾ ഒരു ദിവസം കോൺക്രീറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ തെർമോക്കോൾ എടുത്ത് ഒഴിവാക്കും. എന്നിട്ട് ഇവിടെ ഇപ്പോൾ 3S ഉണ്ട്, മൂന്നെണ്ണം ഉണ്ട്. ഈ തെർമോക്കോൾ എടുത്ത് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഈ ടെൻഡോൺസിന് ഇതിനുള്ളിൽ കൂടെ കൊണ്ടുവരും. ഇതേമാതിരി വെഡ്ജിൻ്റെ ഉള്ളിൽ കൂടെ കൊണ്ടുവരും. ഈ ഇങ്ങോട്ട് എന്ത് ചെയ്യും, നമ്മൾ പുറത്തുനിന്ന് എന്ത് ചെയ്യും, ഒരു 430 mm നമ്മൾ എന്ത് ചെയ്യും, സ്ട്രെസ് ചെയ്യും, വലിച്ചു കൊണ്ടുവരും. സോ ഇതാണ് എലമെന്റ്. ഇത് എന്താ പറയുക, പക്ക സ്റ്റീലാണ്, കാസ്റ്റ് അയണിന്റെ പക്ക സാധനമാണ്. എല്ലാത്തിലും ഉണ്ടാവും, എല്ലാ പോയിന്റിലും ഉണ്ടാവും ഈ സാധനം. എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ ടൈറ്റ് ചെയ്ത് ഇതാക്കുക. മാക്സിമം ഇതേ പ്രൊജക്ഷൻ എന്ത് ചെയ്യുക, ഒരു 1:20 വരെ നമ്മൾ കൊടുക്കുകയുള്ളൂ, അതിനും കൂടുതൽ കൊടുക്കൂല. ഓക്കെ, സ്ട്രെസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള എന്ത് ചെയ്യും, കട്ട് ചെയ്ത് ഒഴിവാക്കും, എന്നിട്ട് ഗ്രൗട്ട് ചെയ്യും. Well Fabs Academy. Learn, build, achieve.